സ്മോക്കിംഗ് ഈസ് ഇഞ്ചുറീസ് ടു ഹെൽത്ത്. സ്മോക്കിംഗ് കോസസ് ക്യാൻസർ. പുകവലി ആരോഗ്യത്തിന് ഹാനികരം. പുകവലി അർബുദത്തിന് കാരണമാകുന്നു. ഇത്ര നേരം എന്തൊക്കെയായിരുന്നു? അതെന്താണ് എഴുന്നേറ്റപ്പോ താമസിച്ചത്? താമസിച്ചു പോയടി. മറ്റു വഴക്ക് പറയും. അല്ലെങ്കിൽ എന്ത് ചേട്ടൻ രാത്രി കിടത്താത്ത കാര്യം അത് പറയണ്ട, വേറെ വല്ലതും പറയാം. പറഞ്ഞോ ആവശ്യമായിട്ടാ പറയേ. എടാ അന്ന എത്ര നേരം വിളിക്കുന്നത്? ഈ എവിടെ പോയി കിടക്കുക? എനിക്കൊന്ന് ഫോൺ എടുത്തൂടെ അങ്ങായേ? എടോ ഞാൻ ഇന്നലെ രാത്രി വർക്കിന് വേണ്ടി ലേറ്റ് ആയിട്ടാടോ എത്തിയേ. നിങ്ങൾ എന്തിനാ രാവിലെ തന്നെ വിളിക്കുന്നത്? കാര്യം പറയും. ഈ ഇങ്ങനെ കിടന്നുറയും കേട്ടോ, അർജന്റ് ആണ് എന്നോട് ഒരു കാര്യം പറയാണ്ട്. എടാ എൻ്റെ ഒരു ഫ്രണ്ട് വന്നിടാ, മണ്ടനാണ്. അവന് പ്രൊഡ്യൂസർ നല്ല മൂടായി നിൽക്കുക. ഈ ഒരു കോമഡി സ്ക്രിപ്റ്റിന്റെ വള്ളയും കൊണ്ടാ പ്രൊഡ്യൂസർ ഞാൻ സെറ്റായി തരാം. വൺല നിങ്ങളിങ്ങനെ പുട്ടിന് തേങ്ങ ഇടുന്ന സ്ക്രിപ്റ്റ് വെച്ചാൽ ഞാൻ അത് അവിടെ നിർത്തി തരാനാ. എടാ ഈ ഒന്നും നോക്കണ്ട, ഞാൻ ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരിടത്ത് എത്തും. ഈ അപ്പത്തേക്ക് ഒരു വൺലൈൻ സെറ്റ് ആക്കിയിട്ട് വാട്സപ്പ് ചെയ്യും. ഉച്ചയാകുമ്പത്തേ നടക്കുന്ന എനിക്ക് തോന്നുന്നില്ല വിശാലേട്ടാ. എന്തായാലും നോക്ക്, ബാക്കി ഞാൻ സെറ്റ് ആയിക്കോളാം. നോക്കാം ശരിയാക്കാം. ആ ശരി. കുളിസീൻ മിസ്സായില്ലാടി. കുമാരനേക്കാൾ നല്ലതാ അശോകന്റെ കുളിസീനാടി. ഞാനത് അറിഞ്ഞു. അവള് പോകും. അവൻ കാണിക്കണ നോക്കിയടി. ഒന്നോട്ടോട്ടിലുണ്ട് കണ്ടെന്ന് പറയണ കേട്ടാ. എടീ കിട്ടി എന്നല്ലേ പറയണത്? കണ്ടടി അവൻ കാണിക്കണത്. കണ്ടോന്നാണ് പറയണത്. ഇവനെ ശരിയാക്കി കൊടുക്കാം ഞാൻ. നീ വന്നേടി വിശാലേട്ടാ. സാധനം സെറ്റായി. പടത്തിന്റെ പേര് കുണ്ടന്നൂരിലെ കുൽസിതലേള. ഇത് ഇപ്പൊ കണ്ടവന്റെ ബുദ്ധിയിൽ തോന്നിയ ഒരു കഥയാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ യാതൊരുവിധ ലോജിക്കുകളും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കും. ഇതാണ് ഇദ്ദേഹത്തിന്റെ കഥയിലെ സാങ്കല്പികമായ കുണ്ടന്നൂർ ഗ്രാമം. ഏകദേശമാണ്. ഇവിടെ നടക്കാൻ പോകുന്ന കഥയും വെറും സാങ്കല്പികം മാത്രമാണ്. ഈ ഗ്രാമത്തിൽ നിങ്ങൾ പരിചയപ്പെടേണ്ട രണ്ട് പെൺപടകളുണ്ട്. നന്മ തീരെയില്ലാത്ത നന്മ തൊഴിലുറപ്പും ഒട്ടും ശാന്തമല്ലാത്ത ശാന്തം തൊഴിലുറപ്പും. തല്ലൂടാൻ വരട്ടെ. ആദ്യം നമുക്ക് ശാന്തം ടീമിനെ പരിചയപ്പെടാം. Reach out. Welcome to the block where the grind don't stop.
സുശീല. ലജിഷ. ഇനി നമുക്ക് നന്മ ടീമിനെ പരിചയപ്പെടാം. ബിന്ദു, സുശീല, നളിനി. ഈ കാലമാടനെ കെട്ടിയ സമയത്ത് പശുവിനെ വാങ്ങി കെട്ടിയിരുന്നെങ്കിൽ അതിന്റെ പാല് കറന്നെങ്കിൽ ജീവിക്കായിരുന്നു. സൂര്യന്റെ വെളിച്ചം മൂട്ടിൽ അടിച്ചാൽ കൂടെ എണിക്കരുത്. പോത്ത് പോലെ കിടന്ന് ഉറങ്ങിക്കോണം. ജോർജേട്ടാ, ജോർജേട്ടാ, ഈ മനുഷ്യനെ കൊണ്ട് ജോർജേട്ടാ, നിങ്ങൾക്ക് എണീക്കാറായില്ലേ? ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണ്ടോ? കെട്ടിക്കാൻ പ്രായമുള്ള ഒരു മോൾ ഇടുന്നുള്ള വിചാരം ഉണ്ടോ? എന്തിനാ പറയുന്നേ? അയ്യോ, എന്റെ ഒരു സൗന്ദര്യം. സുശീലേ, സുശീലേ, സുശീലേ. ആ മേരിയേ, വരുന്നു. അയ്യോ, സുനീഷ് ചേട്ടാ, മുണ്ടെടുത്തേക്കുന്ന നിങ്ങള് വന്നേ പറ്റൂ. എന്നെ ബുദ്ധിമുട്ടിക്കല്ലേ. നാളെ ഓള് വരുമ്പോ പുതിയത് കൊണ്ടുവരും. ഇറങ്ങി വാടാ കുട്ട.
ഇന്നലെ സമയത്ത് വിമാനം പോയതാണല്ലോ. ഇന്റെ മുണ്ട് ഇങ്ങോട്ട് തരി നിന്റെ മുണ്ട്. ഒന്ന് പോയിക്കോളി നിങ്ങളല്ല, ഒന്ന് പോയിക്കോളി നിങ്ങള്. അല്ല അല്ലെങ്കിലേ നേരം വഴി നിങ്ങൾക്ക് അലുവാപ്പീഡിയ പോലത്തെ ട്രൗസർ ഇടുന്ന കിട്ടി. സുനീഷേ, ഇതെന്താണ് ഇത്? കഷ്ടം. ഓള് മുണ്ടൂരി പോടാ. അല്ല, ഇത് പുതിയതാണല്ലോ. അനക്ക് പൈസ മോളെ കൊഞ്ചൊട്ടിച്ചേ കടം വാങ്ങിച്ചാ. കൊള്ളാം, സൂപ്പർ. അല്ല, ഇന്നത്തെ പരിപാടി ചൂണ്ടടം പോലെ. ശരി, വീടാം. ഓ, രാവിലെ തുടങ്ങിയോ നിന്റെ കണ്ണാടിയുടെ മുന്നുള്ള കസർത്ത്? അമ്മേ, ഇങ്ങനെ അല്ല മക്കളെ, ബലത്തിൽ ചെയ്യേ. ആ, സുശീല വരുന്നില്ലേ? വന്ന് എത്തി. ആ, ഞാൻ എടുത്ത് ഞാൻ ആലോചിക്കായിരുന്നു നമ്മുടെ ഭർത്താക്കന്മാരുടെ ഒരു കാര്യം. അതുങ്ങളെ കാര്യമൊന്നും പറയണ്ട. അയില കിലോ 100, അയില കിലോ 100, അയില കിലോ 100, ചേട്ടാ 1 കിലോ അയില. ആ 1 കിലോ അയില. അയില കിലോ 100, 100, 100, 100, 100, 100. ഞാൻ വരാടാ. 100, 100. 200 100 അയിലയോ? വരാടാ. വാങ്ങുന്നില്ലേ? 100 അയില, 100 അയില. 100 ചെയ്തായിരിക്കും. ചെയ്യുന്നതല്ല, പറ്റിക്കാനുള്ള പരിപാടിയാണല്ലേ. എനിക്ക് 300 മതി. ലാ 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 ലാ. നിന്റെ 1 കിലോ അയല, 1 കിലോ അയല, ബാക്കി പൈസ 1 കിലോ അയല. അയല 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 അയല. എങ്ങോട്ടാ കേടാ? കല്ല് കൊണ്ടുവന്നതിനുള്ള പഹയം പറക്കുന്നത്. ഇത് നല്ല പിടക്കണ അയിലല്ലേ സാറേ? ഇതെന്താ സാറേ, കടലിനുള്ളിലാണല്ലോ ഓക്സിജൻ കൂടുതലുള്ളത്. ഇലകളും ചെടികളും ഉള്ളത് കൊണ്ട് മീൻ വല്ല ബുഷും തിന്നായിരിക്കും സാർ. കടലിൽ പേക്കലിന്റെ അച്ഛൻ മറവിലല്ലോ സാറേ, മീനിന്റെ ഉള്ളിലല്ലേ. രണ്ടിന്റെ മീൻ കച്ചവടം. അയ്യോ, എന്താ നിന്റെ പ്രശ്നം? സാറേ, ഞാൻ വയറിങ്ങിന്റെ പണിയാണ്. ആഴ്ചയിൽ 5 ദിവസം പണിക്ക് പോകും. 2 ദിവസം ലീവ് എടുത്ത് പെണ്ണ് കാണാൻ പോകും. കാറിൽ പെട്രോൾ അടിച്ചിട്ട് പെണ്ണ് കാണല. 5 വർഷമായി പെണ്ണ് കാണുന്നു. ഇതുവരെ ഒന്നും സെറ്റായിട്ടില്ല. എങ്ങനെയെങ്കിലും ഒരു പെണ്ണിനെ സെറ്റാക്കി തരണം. നിന്റെ കല്യാണം ഞങ്ങൾ നടത്തി അല്ലേ സുനീഷ്? പക്ഷെ ഒരു കണ്ടീഷൻ, ഒരേ ഒരു കണ്ടീഷൻ.
കല്യാണ നിശ്ചയത്തിന്റെ അന്ന് വൈകുന്നേരം ഞങ്ങളുടെ കമ്മീഷൻ 1 ലക്ഷം രൂപ സ്പോട്ട് കിട്ടണം. ആടത്ത് പണി വരമ്പത്ത് കൂലി. അതാണ് SG മാട്രിമോണി അല്ലേ സുനീഷ്? അതാണ് എനിക്കിഷ്ടം. സാറ് ചൊവ്വാദോഷം ചൊവ്വാദോഷം ഉണ്ടെങ്കിൽ ഞങ്ങൾ ചൊവ്വേ നാളെ. അപ്പോ മോ പോയി കുളിച്ച് ഫ്രഷായി നാളെ പെണ്ണ് കാണാൻ റെഡി ആയിട്ട് പോരെ. നമുക്ക് പെണ്ണ് കാണാം. സാറ് ഈ സാറൊന്നും സംസാരിക്കില്ലേ? അല്പം ടഫാ. അപ്പോ എല്ലാം പറഞ്ഞ പോലെ. മോക്ക് ചെക്കന് ഇഷ്ടായല്ലോ അല്ലേ മോനോ? ഡബിളൊക്കെ ഇപ്പൊ എല്ലാവർക്കും ഇഷ്ടമായ സ്ഥിതിക്ക് നമുക്കിതങ്ങ് നടത്താം അല്ലേ സുനീഷ്? അപ്പൊ അച്ഛന്മാര് വന്നേ കൈ കൊടുത്ത് നമുക്കിതങ്ങ് ഉറപ്പിക്കാം. അനുഗ്രഹിക്കണം. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ അച്ഛാ 2 ദിവസമായി ഓളെ ഞാൻ ഫോൺ വിളിച്ചോണ്ടിരിക്കുന്നു. പരിധിക്ക് പുറത്തുനിന്ന് പറയുന്ന അച്ഛാ ഓൾ ഫോൺ എടുക്കുന്നില്ല അച്ഛാ. ആണല്ലോ. നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കണ്ട. ആരേലും ചോദിച്ചാ പെണ്ണ് വേറത്തിന്റെ കൂടെ വിളിച്ചു കൊടുക്കും. ആ ദുഃഖത്തിൽ നിങ്ങളുടെ ഒരു നാട് വിട്ടു പോയി. അത്രയും അല്ലേ സുനി? ഇവിടെ ഈ പെണ്ണിനെ സെറ്റായി കൊടുക്കുന്ന കേട്ടില്ലല്ലോ. ഒരു 3 മോനെ മീനിന്റെ പൈസ എടുക്കണേ. താഴത്തെ തട്ടിൽ വെച്ച് കിട്ടോ. ഇന്നലെ മൂപ്പര 50 ഉറുപ്പിന്റെ മീൻ കൊണ്ടുവന്നിന് മോളെ എത്ര ആളെ കുറേ അമ്മേ ഞാൻ പോയിക്കേ. കുറച്ച് ഞാൻ ഫ്രിഡ്ജിലും വെച്ചിട്ട് കറിയും വെച്ചു. എന്ത് നെയ്യുള്ള മത്തിയാന്ന് എന്റെ വിചാരം. ആണോ 50 രൂപയ്ക്ക് ഇനി ഓല ഞാൻ കാത്തു നിൽക്കണ അല്ല പിന്നെ മോൻ പണിക്കോവാ. നോക്ക് ഇവ എല്ലാ ദിവസവും പണിക്കോ. അതല്ല എന്റെ മോൻ ഒരു പണിക്കും പോവില്ല. എന്റെ മോനോ പണിക്കൊന്നുമില്ല. ആ ചെക്കൻ തന്നെയാ പണിക്ക് വയ്ക്കോട്ടെ. ആന്ന് അല്ല ഇതിപ്പോ തുടങ്ങുന്നേ ഉള്ളൂ. പൂവെല്ലാം വാടിപ്പോയി. സാരോ അതൊക്കെ അവിടെ വെച്ചിട്ട് വാ. ഉണങ്ങിയല്ല. ഓ ഇത് എപ്പോഴുള്ള സൂക്കേടാണല്ലോ പോകുന്ന സമയത്ത്. വരുന്നു സരോജിനി ചേച്ചി ഇങ്ങളെ മോൻ നല്ല മോനാട്ടോ. എല്ലാ ദിവസവും പണിക്കൂ. എന്റെ മോനല്ല ഇങ്ങളെ മോനെ കണ്ട് പഠിക്കണം. മോക്കൊരു കല്യാണാലോചന വന്നേന്. നല്ലൊരു ബന്ധുവായിന്. ചെക്കൻ ഗൾഫിലൊക്കെ ആയിന്. ഈ നാട്ടിൽ എരപ്പന്മാരാരോ അത് മുടക്കി. അതെന്താ?
ഏട്ടൻ വെള്ളടിയെന്നും പറഞ്ഞിട്ടാ മുടങ്ങി. അത് പിന്നെ സത്യല്ലേ? അപ്പൊ ഈയാണ് ഞാൻ എന്റെ മോളെ കാര്യവും പറഞ്ഞ് നടക്കുകയാണല്ലോ. ഓ വണ്ടി നാശം പിടിച്ച ചെക്കൻ. ആ ചെക്കൻ എപ്പോഴും കഞ്ചാവാണ്. അച്ചക്ക മാത്രോ? ചലഞ്ചേഴ്സ് ക്ലബിലെ എല്ലാ ചെക്കന്മാരും കഞ്ചാവ് തന്നെയാണ്. ശശിയേട്ടാ, നിങ്ങൾ നാളെ ഓളെ കൂടെ ഒന്ന് ലോങ് ജമ്പ് ചാടും പോയിട്ടുണ്ടെ ബാക്കിയുള്ളവർക്ക് സമാധാനാവുന്നു. ഒന്ന് പോടിയുള്ളൂ. എന്റെ മോളെ ഓട്ടത്തിൽ ചാട്ടത്തിനും കൊണ്ടാക്കില്ല എന്റെ പണി. നിങ്ങൾക്കെന്നാ പണി? എനിക്ക് നാളെ വായ്ക്ക് ഒത്തുകൊടുക്കാൻ പോട്ട്. ഈ മനുഷ്യനെ കൊണ്ട് ഒരു ഉപകാരവും ഇല്ല. ഓളൊന്ന് ചാടി കിട്ടിയാൽ ഓക്കെങ്കിലും ഒരു പണി കിട്ടൂ. പഠിച്ചിട്ടോ രക്ഷപ്പെടുന്നില്ല. സ്പോർട്സ് കോട്ടയിലെങ്കിലും കിട്ടിയാൽ നമ്മളെ കുടുംബെങ്കിലും രക്ഷപ്പെടൂലേ? എന്റെ മോളാടി ഓളി ചാടിക്കോളൂ. ഇജ്ജ് നോക്കിക്കോ, പേടിക്കണ്ട. ശ്രീകുട്ടേട്ടാ, എനിക്ക് കാല് തീരെ വയ്യേ. എന്നെ ഒന്ന് അമ്പലം വരെ കൊണ്ടാക്കോ? കോളേജിൽ പെട്ടെന്ന് പോകണം. ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയ നല്ല കാര്യം. ഗ്രൂപ്പ് ഉണ്ടാക്കിയ അന്നുള്ള കാര്യം അന്നു തന്നെ ചൂടോടെ കാര്യം. അത് പിന്നെ പറയണം. ആ മോനെ, ഹലോ, നമ്മളെ രാഘവേട്ടൻ്റെ മോൻ ശ്രീകുട്ടനും മനോജിന്റെ മോളും മാധവും കൂട്ടുണ്ട് ബൈക്ക് മേലെ അങ്ങനെ പോന്ന്. അപ്പൊ ആ മക്കളെ കൊണ്ട് നോണ പറഞ്ഞുണ്ടാക്കി ഫോണ്. ഇത് ഞാൻ ഡിലീറ്റ് ആക്കട്ടെ. നിങ്ങൾ നോളെ കണ്ടത് ബൈക്കുമലല്ലേനോ? ഞാനേ കഴിഞ്ഞ ആഴ്ച കണ്ടതേ കടവത്ത് തോണിയിലായിരുന്നു. നീ കണ്ടേ തോണിയിലല്ലേ? ഞാൻ കണ്ടതേ ഹൗസ് ബോട്ടിലാ. ഹൗസ് ബോട്ടിലാകുമ്പോ ഫുള്ള് മറവല്ലേ? ഏത് എടി കുട്ടിയോ, ഇനി ഇത് പറഞ്ഞു നടന്നോ? പെണ്ണിന് ഗർഭം ഗർഭം വെച്ചാ എമ്മാതി ഗർഭം. ഇരട്ടക്കുട്ടികള്. ഹലോ, സുപ്രഭാതം. എടാ ഇയാളെ കിടന്നോ? രാഘവന്റെ മോൻ ശ്രീകുട്ടനും അന്റെ മോളും ബൈക്കിൽ കെട്ടിപ്പിടിച്ച് പോവാ. ഒരു തമ്മിൽ അവിഹിതോ. രാഘവന്റെ മോൻ ശ്രീകുട്ടനാ? അവനെ വെട്ടി ഞാൻ കൊല്ലും. ആ ശ്രീകുട്ടനെ നമ്മുടെ മോളും തമ്മിൽ അവിഹിതം കൊല്ലും ഞാൻ അവനെ. രാഘവ പട്ടി പോവാനാണ്. വേറെ ആരെയും കിട്ടില്ല. എന്താ മനുഷ്യ കളിക്കുന്നത്? നമ്മളെ മോളും ആ രാഘവന്റെ മോനും തമ്മിൽ അവിഹിതം ഉണ്ടെന്ന് കൊത്തി അറിയണുണ്ടോന്ന് ഞാൻ. മനോജെ, എന്താ ഉഷേച്ചി? ഈ മൂർച്ചയില്ലാത്ത കൊടുവാളം കൊണ്ട് എങ്ങോട്ടാ മനോജ പോകുന്നേ? മൂർച്ചയുള്ള കൊടുവാളം ഉഷേച്ച് തരാം. ഉപദേശം ഉഗാണ്ട വർത്താനോ ഒരു വായി. നൈനീന്റെ ഓനല്ലേ അത്? ഓനിപ്പൊ കിണർ കല്ലിടുക എന്നാ കളിക്കുന്നത്? ഒരു പോത്ത് ചെങ്ങായി. നീനെ അല്ലെങ്കിൽ തൊഴിലുറപ്പിന് വരുന്നില്ലേ? ഇല്ലടി, ഞാനിന്ന് വരുന്നില്ല. എന്റെ മോക്ക് ചാടാൻ പോവാനുണ്ട്. എന്ത്? എന്റെ മോക്ക് ചാടാൻ പോവാനുണ്ട്. അയ്യോ, കുക്കർ. എന്നാ പറഞ്ഞത്? ഓളെ മോക്ക് ചാടുവാൻ പോയിട്ടുണ്ടെന്നാ? ചാടാൻ പോകുന്നുണ്ടെന്നോ ചാടിപ്പോയിന്നോ? ചാടാണ്ടിക്കുവോ? ഓളെ മോളല്ലേ? ചാടിപ്പോയി. അത് മതി. എവിടെ പോണ്? ആരാത്? മോനെ പോലെ അമ്മണീന്റെ മോളെ ചാടിപ്പോ അറിയില്ലെങ്കിൽ ചാടട്ടെ ഓടട്ടെ. വേണേ ചാടനും കൂടി ഓടിക്കും അമ്മണീന്റെ ഒപ്പം. എനക്ക് എന്ത് പറ്റിപ്പോയി മോനെ? എനക്ക് തീരെ വെളിപാടില്ലല്ലോ. നീ എന്ത് കൊണ്ടിനാ ഉണ്ടാ? നീന്റെ ഉടലോടെ പോയി പഠിച്ചോനെ.
രണ്ടാളും ഗുരുവായൂർ എത്തിക്കണേ. കെട്ടൊക്കെ കഴിഞ്ഞിണ്ടാ? ഓ മോനെ രാത്രി എന്തായിരിക്കും എന്റെ പിടുത്തൊക്കെ ഇപ്പൊ പോയേനെ. ഇവിടെ ചെന്തല അവിടേക്ക് പോരാ. അവര് ഗുരുവായൂര് പോയി മുറി എടുത്തെന്നോ കല്യാണം കഴിച്ചെന്നൊക്കെ പറയുന്ന കേട്ട്. നമ്മളെ നാടിയിലും ഭേദമേരിയെ ടൗണിലൊക്കെ ഡേറ്റിംഗ് ആപ്പാണ്. എന്താ ഈ വാട്സപ്പ് ഒക്കെ പോലെ പെൺകുട്ടികൾ ആൺകുട്ടികളെ ലൈക്കാക്കൂ, പിന്നെ ആൺകുട്ടികൾ പെൺകുട്ടികളെ ലൈക്കാക്കൂ, എന്നിട്ട് ജിഗ് 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 അതന്നെ. ഇങ്ങോട്ട് വാ മേരിയെ. ഇതാണ് തൊട്ടു മുമ്പേ നാട്ടുകാർ ചാടിപ്പോയെന്ന് പറഞ്ഞ അമ്മുവിന്റെ യഥാർത്ഥ കാമുകൻ. എടമ്പള ശ്രീകുട്ടേട്ടനും മാധുവായിട്ട് ബൈക്കിൽ നാട് വിട്ടെന്നൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. എന്താ കഥ? ഈ നാട്ടുകാരുടെ എനിക്ക് വേറെ പണിയില്ല. കോപ്പ് കയ്യിലഞ്ചിന്റെ പൈസയിൽ ഒരു തേങ്ങയില്ല. ഒരു ചായക്ക് 40, പഴംപൊരി ചായ 20, ബാക്കി 20. എനിക്ക് പഞ്ചായത്ത് നിന്ന് കോയിന് കിട്ടിയോ? എനിക്ക് കിട്ടിയില്ല, ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്. നന്മ ടിവിയിൽ എല്ലാവർക്കും കിട്ടിയല്ലോ. മെമ്പറെന്ന് കാണണല്ലോ. അവർക്ക് മാത്രം കൊടുത്തത് എങ്ങനെയാ ശരിയാവാ? അല്ലെങ്കിൽ മെമ്പർക്ക് നന്മ ടീമിന്റെ അടുത്തൊരു ചായ. അത് ശരിയാ, നന്മയോട് തന്നെയാ കൂറ്. ആ നമ്മളെ പ്രശാന്ത് അല്ലേ മേരിയെ? ആണല്ല. എടി ഇന്ന് ചാടിപ്പോയ ഓളുടെ ഒപ്പം ഇവ മുന്നേ ഇഷ്ടത്തിലായിരുന്നില്ലേ? ആ വിഷമത്തിൽ ഓൾ ആത്മഹത്യ ചെയ്യാൻ പോവാണ്. കണ്ടില്ലേ? തെങ്ങ് കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ടല്ലേ? നല്ല വിഷമത്തിലാന്ന് തോന്നുന്നു. ആ ചെക്കപ്പ ചാടോട്ടോ അതിനകത്ത്. വിളിക്കട്ടെ? വിളിക്കട്ടെ. അവ ചാടിയിട്ട് വിളിക്കാം. അതിനല്ലേ രസം. ഒന്ന് നോക്കി നിക്കാതെ വേഗം ചാടടാ. ഇപ്പൊ ചാടൂട്ടാ. ചാടൂ, ഇപ്പൊ ചാടൂ. സദാശിവന്റെ മോൻ പടേ ചാടി ചത്തേ. ഞാനാണ് ആദ്യം കണ്ടത്. ഇപ്പോഴത്തെ മക്കളോരോ ഒരു കഥ നോക്കണേ. എന്ത് കഥ? ഒരു പെണ്ണ് പോയതിന് ചാടി. 4 ചെക്കൻ പോയേ ചാടി മരിച്ചില്ല പെണ്ണിന് വേണ്ടിയിട്ട്. എന്ത് ചെയ്യാനാ? പ്രേമത്തിന് കണ്ണില്ല മൂക്കില്ലാന്നല്ലേ. കണ്ണും മുഖമൊക്കെ പോയാലും മീനാ കൊത്തി തിന്നെങ്കിൽ ചെക്കൻ്റെ എന്തെങ്കിലും കിട്ടിയാ കിട്ടി. അവൻ മരിച്ച കാര്യം അവന്റെ അച്ഛനോട് പറയണ്ടേ? അറിയിക്കാൻ മെമ്പർ പോയിക്കിന്. നമ്മളെ സദാശിവട്ടനല്ലേ. ഒന്ന് വേഗം മൂസാനെ മരമുറിക്കാനുള്ള ഒരു ചായ ഒരു പഴംപൊരി കൊണ്ടാ. പണിക്കൊന്നും പോയില്ലെന്ന്? ഇല്ല, പണിന് 18-ാം തീയതി ഉള്ളൂ. ഇതൊന്നും പിടിക്കുക സ്റ്റാൻഡില്ല. മെമ്പർക്ക് ഒരു വെള്ളച്ചായേ. സദാശിവട്ടാ, എന്താ മെമ്പറെ? അർജന്റായിട്ട് നിങ്ങളൊന്ന് കാണാനാ വന്നത്. എന്താണ്? നിങ്ങളോട് ചോദിക്കാണ്ട് ഞാനൊരു കാര്യം ചെയ്തിക്കണേ. എന്താണ്? നിങ്ങളെ പറമ്പത്തെ മാവ് ഞാനൊന്ന് വെട്ടിക്കണേ. എന്നോട് ചോദിക്കാതെ എന്റെ വീട്ടിലെ മാവ് വെട്ടിയിരുന്നു. അല്ല, കാര്യം എന്താ വെച്ചാൽ നിങ്ങളെ പറമ്പിൽ ഒരു കുഴിയും കൂടെ എടുത്തിക്കണം. അതും കൂടെ പറയാൻ ഞാൻ വന്ന്. മെമ്പർ പണി എടുത്താൽ മതി. എന്റെ പറമ്പ് കയറി എന്നോട് ചോദിക്കാണ്ട് മരം വെട്ടിക്കാൻ കുഴിച്ചാ. പിന്നെ ഇനി ഞാൻ പറയാൻ പോണ കാര്യം കേട്ടിട്ട് നിങ്ങൾ ടെൻഷൻ. നിങ്ങളെ മോൻ ചെറുതായിട്ടൊന്ന് മരിച്ചിക്കണ് പുഴയിൽ വീണിട്ട്. മോൻ മരിച്ചിക്കേ? എന്റെ മോൻ കുറച്ച് നേരത്തെ അങ്ങോട്ട് പോയിട്ടല്ലേ. അയച്ചിട്ടോ മരിക്കാൻ പാടില്ലാന്നുണ്ടോ? നിങ്ങളെ വീട്ടിലേക്കുള്ള ടാർപ്പായും കസാരയൊക്കെ അതാ പോണാ. അതാ പൈസ പറ്റിയിലേക്ക് തീർക്കാന്ന് പറയടോ. മോനെ ഈ ചത്തിയില്ലേ? ചാവാനോ? പോയെന്നായിരുന്നു. ഇവന് പ്രാന്ത. ഈ വെള്ളത്തിൽ വീണ് ചത്തത് ഇവൻ പറഞ്ഞാ. ആരെയും മെമ്പറോ? ഇവനൊക്കെ മെമ്പറാക്കുന്ന ആൾക്കാരെ പറഞ്ഞാൽ മതി. മുട്ടക്കോഴി കൊടുക്കണേ, ഞാൻ വാങ്ങിട്ട് വരാം. ഇവന് പ്രാന്താണപ്പാ. അങ്ങനെ ഇവരല്ല മെമ്പറാണെന്ന് പറഞ്ഞ് നടക്കുക. റീത്തിന്റെ പൈസ പോയല്ലോ. ഇവളല്ലേ ചാടിപ്പോയത്? ഞാൻ പോയരാ. നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തയക്കണെന്ന് തോന്നുന്നുണ്ട്. ചത്തോൻ തിരിച്ചു വരുന്ന ചാടിപ്പോയത് ഓടിപ്പോണ വെറുതെ മനുഷ്യന്റെ പൈസ പോക്കാനായിട്ട്. മെമ്പർ പോവാണേ. ശുക്ലാം ഭരതരം വിഷ്ണു സദസ്വനം സജിവർണം സജർണം സദതരം പ്രദവരം പണിക്കരെ, ഇവന് ഇതുവരെ ഒരു പണി ശരിയായിട്ടില്ല. ഒന്ന് നോക്കി തരുമോ? അതിനെന്താ, നോക്കാലോ. എന്താ പേര്? ആദി. ശുക്ലാം ഭരതരം. ഇവൻ പഠിക്കാൻ മിടുക്കനാ. SLCക്ക് ഫസ്റ്റാ, +2 ഫസ്റ്റാ.
ഡിഗ്രിക്കും ഫസ്റ്റാ. ഓ ആയിക്കോട്ടെ, ഞാൻ നോക്കട്ടെ. പോരാത്തതിന് ഓട്ടത്തിനും ഫസ്റ്റാ, ചാട്ടത്തിനും ഫസ്റ്റാ, എല്ലാത്തിനും ഫസ്റ്റാ. എവിടെ ഓട്ടവും ചാട്ടൊക്കെ അവിടെ ഫസ്റ്റ് ആണെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവരണേ. നിങ്ങൾക്ക് എന്നെ നോക്കിയാ പോരെ? സോറി പണിക്കരെ, നോക്കിട്ട് നോക്കട്ടെ കേട്ടോ. മോനെ ഇനി ചായ കുടിക്കുന്നിട്ട് ഇരിക്കടാ, അലച്ച അയക്കടാ. ഒരു ചായ എനിക്ക് വാങ്ങിക്കൊണ്ടടാ. എന്റെ പൈസ ഒന്നുമില്ല, അല്ലെങ്കിൽ തന്നെ വയസ്സായ കാലത്ത് ചായ കുടിച്ച് ഷുഗർ വന്ന് മരിക്കാൻ നിൽക്കണ്ട. ഷുഗർ പിന്നെ വയസ്സന്മാർക്കല്ല വരിക, ബാല്യക്കാർക്ക് ഷുഗർ വരുമോ? അതേതാ കുണ്ടം വരുന്നേ? ഓ Make way for the brother. It's coming. Attack with young Cupid. You better don't stop it. You look so well suited, like it's so undisputed. Niyakinokiniyum in the Ray-Ban glasses. I am no looter, but I'm clearly a sharpshooter. I am no Barishkari. I ain't no Brahmachari. I ain't no Barishkari. I'm just a Dikari. Here we go. ഒരു ചായ or cigarette? സുഖല്ലേ? Yes, ചായ. ഇനി cigarette. Cigarette. He ain't no stupid like you're thinking. He's so involuted. Don't look my Shaladi. I know that he's a loader. He's the most wanted. Complicated, can't be substituted. Well suited, high Buddha like it's well rooted. ദീപം ദീപം ദീപം. അങ്ങനെ കുണ്ടന്നൂരിലെ ഒരു ആഘോഷ ദിവസം വന്നു. കുറ്റവും നുണയും മാത്രം പറഞ്ഞു നടക്കുന്ന കുണ്ടന്നൂരിലെ കൊച്ചു കലാകാരൻ മുതൽ വലിയ കലാകാരന്മാര് വരെ ഏറ്റുമുട്ടുന്ന സന്തോഷവും ശാന്തവും നന്മയും സമാധാനവും നിറഞ്ഞ ഒരു ദിവസം. ഒരാവശ്യമില്ലാത്തൊരു പരിപാടിയാണ്. കുറെ തോരണവും വാരിക്കെട്ടി നാട്ടുകാരെ വിളിച്ചു വരുത്തി. സത്യം എന്ത് സമാധാനമുള്ളൊരു സ്ഥലമായിരുന്നു ഈ കുണ്ടന്മാർക്ക് പ്രാന്ത. സുനീഷ, നമുക്ക് അങ്ങോട്ടൊന്ന് പോയാലോ? എനക്ക് വേറെ പണിയൊന്നുമില്ലടോ. പെണ്ണങ്ങടെ തിരുവാതിരയിലായോണ്ട് പറഞ്ഞാ.
നിനക്ക് ഈ വെറും പെണ്ണ് 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 ഇതല്ലാണ്ട് വേറെ ഒരു ചിന്തയില്ലടോ. നിനക്ക് വേണ്ടെങ്കിൽ നമ്മളില്ലേ. എന്നാ നമ്മക്ക് ആ കളിയൊന്ന് കണ്ടാലോ? പ്രിയമുള്ളവരെ, പ്രകൃതി രമണീയമായ കുണ്ടന്നൂർ ഗ്രാമത്തിലെ കുണ്ടന്നൂർ നിവാസികളെ, നമ്മുടെ ഗ്രാമത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ മാവേലി നാട് വാണ പോലത്തെ ഒരു നാടാണ് നമ്മുടെ നാട്. കള്ളവുമില്ല, ചതിയുമില്ല, നുണയുമില്ല, കിണിയുമില്ല, ആരും തമ്മിലൊരു പ്രശ്നവുമില്ല. അത്രയും നല്ല നാടാണ്. നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരത്തെ ഒന്ന് സംഘടിപ്പിച്ച ചലഞ്ചേഴ്സ് എന്ന് പറയുന്ന ഈ ക്ലബ്ബ് അതിന്റെ വാർഷികാഘോഷം അതിവിപുലമായി ആഘോഷിക്കുന്ന ഈ വേളയിൽ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട നാട്ടുകാരെയും ഈ ചടങ്ങിലേക്ക് ഞാൻ ആർദവമായി സ്വാഗതം ചെയ്യുകയാണ്. അല്ല അതല്ല, ഇന്ന് ചാലഞ്ചേഴ്സിന്റെ പരിപാടിയല്ലേ? ചലഞ്ചേഴ്സ് ക്ലബിന്റെ പരിപാടി നടക്കുന്നു. ആടാ നന്മ ടീമിന്റെ തിരുവാതിരണ്ട്. വിജീന്റെ ഒക്കെയാ? നമുക്കൊന്ന് കൂവിയാലോ? നിനക്കത് വേറെ പണിയില്ലേടി? അവളുടെയൊക്കെ തിരുവാതിര ആരാ ഇപ്പൊ കാണാൻ പോകുന്നേ? തിരുവാതിര കളിക്കാൻ അതിനിപ്പോ ഒരു കുറവേ ഉള്ളൂ. തിരുവാതിര കളിക്കാൻ വേണ്ടി കുറെ എണ്ണങ്ങള്. സുഹൃത്തുക്കളെ, അടുത്തതായി ഇവിടെ നടക്കാൻ പോകുന്നത് നിങ്ങൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തുകൊണ്ടിരിക്കുന്ന കാവുങ്ങുകയറ്റ മത്സരമാണ്. ഈ നാട്ടിലെ കുണ്ടന്നൂരിലെ ഓരോ തെങ്ങിലും പൂച്ചയെ പോലെ ഓടിക്കയറുന്ന നമ്മുടെ തളപ്പ് വേലായുധൻ. തൊഴിലുറപ്പുകാരെ പണിത സ്ഥലമല്ലേടി ഇന്നലെ ഇത്? എനിക്ക് കാറ്റുണ്ട് മേരി, ഓരോ കൊണ്ട് പണിയെടുക്കാൻ പറ്റും. ഓരോ അവിടെ പോയി ചാടി കളിക്കാനല്ലേ പറ്റുള്ളൂ. ഇന്ന് വേലാതേട്ടന്റെ കണ്ടത്തിലല്ലേ പണി? ഇവിടെയൊക്കെ തീർത്തിട്ടെ, എന്നിട്ട് ഉച്ചയ്ക്ക് അങ്ങോട്ട് പോവാ. Up, up, up. Up, 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 up. അടുത്തതായി നമ്മുടെ ചാലഞ്ചസ് ക്ലബിന്റെ അണ്ടറിൽ നടക്കുന്ന നമ്മുടെ എല്ലാവരും കാത്തിരിക്കുന്ന കലാപരിപാടിയിലേക്ക് നിങ്ങളെല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കുപ്പായം കൊടുത്തു വന്നത് കാലത്തെ വെടിക്ക് പെണ്ണെ എന്നോട് നെഞ്ചിൽ നടിക്കരുന്നവളാണേ നീ, നടിക്കരുന്നവളാണേ നീ. ശരി ഏച്ചി, എന്റെ ഫോണ് കാണുന്നില്ല. അതാടെ കണ്ടാവും. ഫോൺ അവിടെ ഇവിടെ കാണൂ. നിങ്ങളുടെ കഥ പറഞ്ഞിരിക്കുക, അടുത്ത നിങ്ങളെ പരിപാടിയാ. അന്താരാഷ്ട്ര പരിപാടിയല്ല, മുല്ലപ്പൂ എത്തട്ടെ ഞാളങ്ങ് വരും. എടാ 5 പേരെ കൂട്ടി അങ്ങോട്ട് വാട്ടോ. പേർക്ക് എങ്ങിടല്ലേ? അതെ അതെ, ഓലൊക്കെ എടുത്തിട്ട് ഇതെല്ലാം മാറ്റിട്ടാ. ഇവിടെ തന്നെ ഒരു പണിയെടുത്തത്. ആരുടെയാ ഫോൺ റിങ് ചെയ്യുന്നേ? എവിടുന്ന്?
പിന്നെ എവിടുന്നാ അത് കേൾക്കുന്നേ? ഇതാരെ ഫോണോ? ആരുടെയാ? ആരുടേത്? നോക്കട്ടെ. എടി ഇത് ഫാത്തിമയുടെ ഫോണല്ലേ? നീ ഒരു കാര്യം ചെയ്യേ, ഓളുടെ വാട്സപ്പ് ഒന്ന് തുറന്നു നോക്കേ. പൊടി പൊടി എവിടുന്ന് നോക്കാൻ പറഞ്ഞ നോക്ക്. തുറന്നു വാ. നോക്കി കുണ്ടന്നൂര് കുറ്റം പറച്ചില്. പിടിച്ചു. എടി ഇത് ആകവും നാട്ടിലില്ലാത്തപ്പോഴല്ലേ സ്ത്രീച്ചക്ക് വയറ്റിലുണ്ടായത്? പിന്നെ ലീനിയോ ആ 3.5 അടി പൊക്കമുള്ള പണിക്കരമ്പ ചോള എന്താക്കാൻ? സുശീല ഇത്ര മോശാതങ്ങളെ വെച്ചാറ് കെട്ടിയന്മാർക്ക് ഒരു പണിയില്ലാണ്ടിരിക്കല്ലെന്ന് രണ്ടും കൂടെ നാട്ടുകാർക്ക് രാത്രി കിടന്നു കൊടുത്തിട്ടാ പൈസ ഉണ്ടാക്കുന്നത്. 4 പെൺകുട്ടികളെയും വെച്ചിട്ട് അപ്പൊ ബിസിനസ് ഉണ്ടാക്കുന്നെന്ന് കേട്ടിരിക്കുന്നു. എന്താ ചാകരല്ലേ ചാകരാ. ദീപം ദീപം ദീപം. അശോകേട്ടാ അശോകേട്ടാ എനിക്ക് ലീവ് വേണോ അശോകേട്ടാ? ബീബി ഹോസ്പിറ്റൽ മേ ഹേ. വർത്താനം പറഞ്ഞ പക്ഷെ മലയാളിന്റെ സ്വഭാവം എടുത്താലുണ്ടല്ലോ അശോകേട്ടാ. ക്രിട്ടിക്കൽ അശോകേട്ടാ. എടോ ക്രിട്ടിക്കലായിട്ട് തന്നെ ഇവിടുത്തെ ഓരോ ഭാര്യമാർ പ്രസവിച്ച് ഓലൊക്കെ ലീവ് ആക്കിയിട്ടാ. അശോകേട്ടാ ഒരു ഒറ്റ ഒന്നൊക്കെ തരൂട്ടോ. ചെക്കൻ ചിലക്കിയാർന്ന് എന്തായാലും ബംഗാളിൽ നിന്ന് വന്നാ ഒരു ഒലക്കാനല്ല കളി കളിക്കുന്നു. കോളം തോട്ടി പോയെ മെസ്സേജ് ലൗച്ചിനെ കൊടുക്കാം. ഈ അക്കർക്ക് പോകുന്നുണ്ടോ മനോജ്? ഇല്ല. പിന്നെ എവിടെ ആരും പോകണ്ടോ? ഇല്ല.
പിന്നെന്തിനാ കൂക്ക് വെച്ചിട്ട് അയാൾ അങ്ങോട്ട് വിളിക്കുന്നത്? തോണിക്കാരൻ വെറുതെ തോണിയും കൊണ്ടിരിക്കുകയല്ലേ, ഇവിടെ വന്നേച്ചോട്ടെ. എങ്ങക്കെന്താ ചൊറിയോ? കുടിയന്മാരെ പറയിപ്പിക്കാനായിട്ട് ഒരു ചായ. ചായ കുടി. ഒരു പണിയൊക്കെ വീട്ടിൽ പോയിട്ട് കുടിക്കണോ? എടാ ശ്രീകുട്ട, ഈയും മാധവും തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് പറയുന്നട്ടല്ല, സത്യന്നാ? പൊന്നേച്ചി അതൊക്കെ ചുമ്മാ പറയുന്ന. ഞാൻ ലിഫ്റ്റ് എടുത്തുള്ളത് ശരിയാ, നാട്ടുകാർ പറയുന്നല്ലേ. നാട്ടുകാരൊന്നും വെറുതെ ഒന്നും പറയില്ല മോനെ. ശ്രീകുട്ടനല്ലേ അത്? ശ്രീകുട്ടേട്ടാ, മാധുവായിട്ട് എന്തോ ഡിങ്കോളിഫിക്കേഷൻ ആയിന്ന് പറഞ്ഞേ. ഒന്ന് പോടാ ഡിങ്കോളിഫിക്കേഷൻ. രാഘവന്റെ അതേ നടത്താം. ഒരു 500 കൊടുക്കി. കഴിഞ്ഞ ദിവസം വീട്ടിൽ ഒന്ന് നിങ്ങളെ തല്ലിയായിരുന്നു. അതിന് പെട്ടെന്ന് കണ്ടപ്പോ ഒരു ക്ഷമ ചോദിക്കണമെന്ന് വിചാരിച്ചതാണ്. ക്ഷമിക്കണം. പച്ചക്കറി മേടിക്കാനായിട്ട് ഇറങ്ങിയതല്ലേ, ഇവിടെ വെച്ച് കാണുമെന്ന് ഒട്ടും വിചാരിച്ചില്ല. എന്റെ രാഘവന്റെ മോനായിട്ടോ. നീ എന്റെ മോക്ക് വാട്സാപ്പിൽ കത്തുന്ന ലവ് ചിഹ്നം അയക്കുമല്ലോ. ഒരു പെണ്ണ് വന്ന് വണ്ടി കയറി അവിതാ പറയുന്ന നാട്ടുകാരും എന്നാ കൊല്ലേ ഒരു ചായ. എന്തേ മോനൊന്ന് കിട്ടിയോ? കിട്ടി. अब ठीक है, मैं क्या करेगा इधर, काम ज्यादा है, मुझे बहुत दर्द हो रहा है। टेंशन मत करो, कुछ नहीं होगा, टेंशन मत करो, मैं भगवान से प्रार्थना करूंगा। पेट दिखाओ, दिखाओ। छोड़ो। തിങ്കളാഴ്ച വ്രതമെന്ന് മുടക്കും ഞാൻ. ബുധനാഴ്ചല്ലേ? ബുധനാഴ്ച വ്രതമെന്ന് മുടക്കും ഞാൻ. എന്താ ഒരു ഇളക്കൊക്കെ? എന്നാലും എന്റെ മോളൊരു കാര്യം ആലോചിച്ചിട്ട് എനിക്ക് വിഷമം. അവക്കൊരു കളിക്കൂട്ടുകാരൊക്കെ വേണ്ടടി. പിന്നെ നിങ്ങൾ ആദ്യം പണിക്ക് പോകാൻ നിൽക്കി. അതിപ്പോ ജോർജ് പണിക്ക് പോയിട്ടാ 3 കുട്ടികളുണ്ട്. എന്ത് രസാ വീട്ടിൽ കളിക്കുന്ന കുട്ടികൾ. അത്ര രസം മതി. ഒന്നേയുള്ള സമാധാനത്തിൽ നിൽക്കുമ്പോൾ അടുത്ത കുട്ടിക്ക് എന്റെ അതേ സൗന്ദര്യം കിട്ടിയാ മതി. പിന്നെ എന്താണ് നീ ഇന്നാലും എന്ത് സുന്ദരിയാടി. നിന്നെ കാണാൻ എന്ത് രസം. എന്താണ് എന്ത് പോയാട്ടെ എന്ത് രസാടി. സൗന്ദര്യ എന്താ ഞാൻ പെട്ടുപോയടാ. നീ വാ. സുശീലേ, എങ്ങോട്ടാ പോണ്? നീ വാ, ഞാൻ പറയട്ടെ. എങ്ങോട്ടാണെങ്കി എന്നെ വലിച്ചു കൊണ്ടോണേ. ഞാൻ പറയട്ടെ, നീ ഇവിടെ ഇരിക്കും. എന്താണ് എന്റെ പ്രശ്നം? എന്താണ്? ഞാൻ ട്രാപ്പിലായടാ. ഇത് പറയണെങ്കി എന്നെ വിളിച്ച്. നീ ഇരിക്കും സുനീഷേ, പറയണ കേക്ക്. സുനീഷേ, നിനക്കറിയില്ല അമേരിക്കൻ പെണ്ണ് ക്ലീൻഡയാ. അവളും ഞാനൊരു ദുർബല നിമിഷത്തിൽ ഇഷ്ടത്തിലായി പോയടാ. അവക്ക് അവൾക്ക് 2 തുണിയില്ലാത്ത ഫോട്ടോ ഞാൻ അങ്ങോട്ട് അയച്ചു കൊടുത്തടാ. ഇപ്പൊ അവള് പറയാ 1,00,000 രൂപ കൊടുത്തില്ല ഈ ഫോട്ടോ മുഴുവനും ഫേസ്ബുക്കിലും വാട്സാപ്പിലും. എനിക്കാണെങ്കിൽ കാര്യം വരച്ചിട്ട് മേലെ ഞാൻ എങ്ങനെയാടാ മേരിയുടെ പിള്ളേരുടെ മുഖത്ത് നോക്കണേ? ആത്മഹത്യ ചെയ്യല്ലാതെ വേറെ വഴിയില്ല. ഇത് പേടിക്കണ്ടോ? ഒരുപാട് ആൾക്കാർ കുടിക്കണ അനുഭവത്തിന്റെ വെളിച്ചത്ത് പറയാണോ? അനുഭവത്തിന്റെ വെളിച്ചത്തിലാ. നീ ഇതാരോട് പറയാൻ നിൽക്കണ്ട. ഇതൊന്നും ഒരു പ്രശ്നമല്ലടോ. പിന്നെ എന്താ ചെയ്യാ? നീ ഫേസ്ബുക്കും വാട്സാപ്പും എല്ലാം ബ്ലോക്ക് ആക്കടാ. പ്രശ്നമൊന്നുമില്ല. ഒരു പ്രശ്നമില്ലടാ. സത്യമാണോ? സുനിഷേ, നീയാടാ ശരിയായി ചങ്ങായി.
ഇത് ഞാൻ ഒരിക്കലും മറക്കൂല. എന്നാ ഞാൻ പോയി കിടന്നുറങ്ങട്ടെ. നിന്റെ തന്തയ്ക്ക് രണ്ട് പറഞ്ഞിട്ട് വേണം. ജോർജ് പോലടാ എന്നെ കൂട്ടണം. ജോർജ് ഹലോ ഗൈസ്, വെൽക്കം ടു SG യൂട്യൂബ് ചാനൽ. ഞങ്ങൾ ഇപ്പോൾ പുയർത്താലുള്ളത് ഞാൻ സുനീഷ്, ഇത് ജോർജ്. ഹലോ ഗൈസ്, ഞാൻ ജോർജ്. ഇന്ന് ഈ പുഴയിലെ എല്ലാ മീനുകളെയും പിടിച്ച് നിങ്ങൾക്ക് വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. മതിടാ. ചേട്ടാ സുനീഷേ, വേറൊരു പ്ലാൻ ഉണ്ട്. സദാശിവട്ടാ, എന്താന്നറിയില്ല, എനിക്ക് ഇന്നേ വരെ ലോട്ടറി ഇല്ല, അടുക്കില്ല. അത് അടിക്കോ? ഹലോ അല്ല, അത് മാത്രല്ല, ഹലോ ഒരാൾക്ക് ഈ ഗ്രാമത്തിൽ ലോട്ടറി അടിച്ചാൽ എനിക്കറിയില്ല. ഹലോ ഹലോ पुश करो दीदी, ट्राई करो, ट्राई करो. कोई बात नहीं, कोई बात नहीं दीदी, ट्राई करो. फिकर मत करना दीदी, कोई बात नहीं. You have to push. कैसे है वो? दीदी आराम से, दीदी आराम से. हेलो हेलो, आवाज सुनाई नहीं दे रहा है. टेंशन मत करो. हेलो, सब ठीक होगा. हेलो, परेशान मत होना. हेलो, सब ठीक होगा. ബംഗാളി നിൽക്കണോ? ബംഗാളിയെ കണ്ടോ? എന്താ? ഞാൻ നിന്നോട്ടൊരു പഴയ പ്ലാൻ പറഞ്ഞു. അറിയില്ല, പറഞ്ഞു. നമുക്കൊരു വീഡിയോ എടുക്കണമെങ്കിൽ ഞാൻ ഓടിപ്പോ ഈ ബംഗാളിയുടെ മൊബൈൽ തട്ടിപ്പറിക്കും. നീ അപ്പൊ അതിന്റെ വീഡിയോ എടുത്തോണം. ഞാൻ എന്നിട്ട് പുഴയിലെറിയ പോലെ കാണിക്കും. പക്ഷെ അറിയില്ല. എടാ, ഇപ്പോഴാണ് അങ്ങൊരു വിവരമുള്ള ഐഡിയ പറഞ്ഞു. എന്നിട്ട് ഈ സാധനം ബംഗാളി ആയതുകൊണ്ട് ഹിന്ദിയിലും മലയാളത്തിലും ഒരേപോലെ റീച്ചാവും. സെറ്റല്ലേ? ഐഡിയ വേണ്ട, പൈസക്കല്ലേ, പിന്നെ വെറുതെ തരാൻ പറ്റോ? നീ ചോദ്യം കേട്ടായിരിക്കും ഹോം ഫ്രീ ആയിട്ട് തരാന്ന്. ഇത് അടിക്കൊന്നുമില്ല എന്ന് എനിക്കാണത്. ट्राई कर दीदी, कोई बात नहीं, कोई बात नहीं, कोई बात नहीं दीदी, ट्राई करना. कोई बात नहीं दीदी. പ്രാങ്ക് വീഡിയോ എടുത്താ ചേട്ടാ. ഫോൺ വെള്ളത്ത് പോയോ? രണ്ടും കൂടെ രണ്ടര ചേച്ചടാ. എന്തിനാണോ ഫോൺ വെള്ളത്തിലിട്ടെ? അവന്റെ ഫോട്ടോ വീഡിയോ ഒക്കെ വെള്ളത്തിൽ പോയാ. ഈ 4 രൂപ നിങ്ങള് അറിയാതെ പറ്റിപ്പോയ കയ്യബദ്ധം. അതിന് ഇത്രയൊന്നും വേണ്ടിയിരുന്നില്ല. ഇതിനുള്ള ഒരു പണി മെമ്പറിനും നാട്ടുകാർക്കും ജോർജ് സുനീഷ് എങ്ങോട്ടാണ് പോകുന്നത്? കക്കൂസിലേക്ക്. ഡോറ് തുറക്കു ഡോറ. ഡോറ, നമ്മൾ കക്കൂസിലെത്തി. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? കക്കൂസിലേക്ക്. കക്കൂസ്, വെള്ളം. അതെന്തത്? ഷട്ടി താഴെ വീണോ? അയ്യോ, ഒരാഴ്ച അലക്കാണ്ട് ഇടാനുള്ള. നിലത്ത് വീണ് ചളിയേറ്റാവോ? ഒളിയൊന്നുമില്ലല്ലോ. ഇതെവിടെ പോയി? വവ്വാലേറ്റം കുത്തിക്കൊണ്ടോയോ? ഈ വവ്വാലിനൊക്കെ എന്തിനാ എന്റെ ഷഡ്ഡി?
സൂര്യനെ കളി കളിക്കാണ്ട് ഇതൊക്കെ വേഗം ഒരു ചായ അങ്ങ് എടുത്തൂട്. വാട്ട് എ റെയിനി ഡേ. ഒരു സിഗരറ്റ് അവിടുത്തെ ഇങ്ങോട്ടും കേട്ടോ. ഇവിടെ ഇരി. നിഗമനം ഇത് അടിച്ചോണ്ട് പോയത് ഇതിന്റെ ഉപയോഗം എന്തെന്ന് പോലും അറിയാത്ത സുനീഷും ജോർജും എന്നാണ്. അവരല്ലാന്ന് പറയുന്ന മറ്റൊരു കൂട്ടരും ഈ നാട്ടിലുണ്ട്. ഇതിനുശേഷം ഒരുമാതിരി കൊറോണ വന്ന അവസ്ഥ, അല്ലെങ്കിൽ ഹർത്താല് പോലുള്ള ഒരു അവസ്ഥ. ആരും പുറത്തിറങ്ങാതായി. പാവങ്ങളടി എടി, ഇവരുടെ രണ്ടുപേരുടെ ഷഡ് മാത്രമല്ലടി, കുണ്ടന്നൂരിലെ എല്ലാവരുടെ ഷഡ് കാണാനില്ലടി. ഇപ്പൊ നിങ്ങൾ ചോദിക്കും, ഈ ഷഡ്ഡി ഇതിന് മാത്രം വലിയ പ്രശ്നമാണോ എന്ന്. സത്യത്തിൽ അതൊരു പ്രശ്നം തന്നെയാണ്. ഒരു ചായ, ഒരു സിഗരറ്റ്. ഇവൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ കാണാലോ. ഇവനേതാ? ഇവൻ ഇവിടെ വരുന്ന അല്ല എന്റെ പ്രശ്നം. ഇവൻ വരുമ്പോ ഈ പച്ചക്കറി പിടിയിലെ ചേച്ചി ഇവിടെ പോകുന്നതാണ് എന്റെ പ്രശ്നം. ചാടിച്ചോരി ഒരു നഗരത്തിൽ ഒരു അനീതി നടന്നാൽ അസ്തമയത്തിനുള്ളിൽ അവിടെ കലാപം നടന്നിരിക്കണം. ഇവിടെ അനീതി നടന്നത് എന്റെ കുടുംബത്താണ്. കലാപം നടന്നിരിക്കും. സൂപ്പർ സ്റ്റാർ ഡേവിഡ് പടിക്കർ. What's next? No phones, no calls, no cinema. Just booze, dance, കുന്തളിപ്പ്, കലാപരിപാടികൾ and finally എന്റെ കരിയർ നശിപ്പിക്കാൻ മനഃപൂർവ്വം ചെയ്യാന്ന്. ഇമാരി ഓൾഡ് സ്കൂൾ മേക്കേഴ്സിന്റെ പടമൊന്നും കമ്മിറ്റ് നീ എത്ര പറഞ്ഞിട്ടുണ്ട്? റീസെന്റ് 2-3 പടം പൊട്ടിങ്ങളും മാറ്റി നിർത്തിയ ഒന്നുമില്ല. ഞാൻ ഒരു സൂപ്പർ സ്റ്റാർ അല്ലേ? താങ്കളൊരു ഒട്ടും ഡിസേർവിംഗ് അല്ലാത്ത വെറും സൂപ്പർ ഹീറോ ചമയുന്ന ഒരു പൊട്ടൻ ചെക്കനാണെന്നാണ്. ഡേവിഡ് പടിക്കൽ. എന്ത് പഠിക്കല്? ആരുടെ പഠിക്കല്? നിന്റെ അച്ഛനാണ് പഠിക്കല്. എന്താ ഉണ്ണി മുകുന്ദൻ ഫാൻസിനെ ഫോളോ ചെയ്യുന്ന പോലെ ഏട്ടായിക്ക് എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാൻ പറ്റുമോ? പോയിക്കടാ. പുതിയ പുതിയ പടങ്ങൾ എന്തിനാ വെള്ളിയാഴ്ച റിലീസാവുന്നേ? വെള്ളിയാഴ്ച രാത്രി മാത്രം പുറത്തിറങ്ങുന്ന ആ ജന്മങ്ങളില്ലേ, അവർക്ക് വന്ന് ചൂടോടെ കാണാനാ. അടുത്തയാഴ്ച മമ്മൂക്ക പടം ഇറങ്ങും. അന്ന് ഇവിടെ ഒന്ന് ഇളകും. ഞങ്ങൾ രണ്ടുപേരും നല്ല അസൽ സിനിമ പ്രേമികളാണ്. അപ്പനറിയില്ലേ ഇങ്ങനൊരു ഇഷ്ടമുള്ള കാര്യം? പിള്ളേരൊക്കെ എത്ര പെട്ടെന്ന് എന്താ ഉദ്ദേശം? ഈ സാരിയുടെ നൂറി ഒന്ന് നോക്കി. ഈ ഇലക്ഷനിൽ ശ്രീകുട്ടൻ ഉറപ്പായും ജയിക്കും. അമ്പാടി പൊട്ടും. ശ്രീകുട്ടൻ നല്ല പയ്യനല്ലേ, അവൻ തന്നെ ജയിക്കും. അമ്പാടി ജയിക്കില്ല. ഇവിടെ അമ്പാടിക്കൊന്നും ഒരു ഹോൾഡും ഇല്ല. ശ്രീകുട്ടനാണ് ഫാൻസ് മൊത്തം. ശ്രീകുട്ടനാണ് മത്സരിക്കുന്നതെങ്കിൽ വേറെ ചോദ്യത്തിന്റെ ആവശ്യമില്ല. വാൻ ഭൂരിപക്ഷത്തിൽ ജയിക്കും.
ശ്രീകുട്ടൻ വരും, എല്ലാം ശരിയാവും. ആ ഇനി കോമഡി ടൈം. ഗുഡ് മോർണിംഗ് ടീച്ചർ. ഒറ്റ ദിവസം സമയത്ത് വരരുത്. പോടാക്ക് തിരിഞ്ഞു നോക്കിയില്ല. ഇവന്മാരെ കൊണ്ട് ഫുള്ള് പ്രശ്നമാണ് സാറേ. തല്ലുപിടുത്തം, സ്കൂൾ അർത്ത്, ത്രികോണം വരപ്പോ. സത്യം പറഞ്ഞ ഇലുമിനാറ്റി എന്ന് വെച്ചാൽ എന്തോ തന്നെ. ഇലുമിനാറ്റി എന്ന് പറഞ്ഞ വലിയൊരു കൊട്ടേഷൻ ആണ്. അതിനകത്ത് മോഹൻലാൽ ഉണ്ട്, പൃഥ്വിരാജ് ഉണ്ട്, സൈജു കുറുപ്പുണ്ട്. താങ്ക് യു സർ. അപ്പം ഇനി അടിസി വാടാ. പ്രായത്തിൽ ഇങ്ങനെ വൈരാഗ്യം വെച്ചാൽ വീട് വലുതാകുമ്പോൾ എന്തൊക്കെ ചെയ്യും? ജയിച്ചിട്ടേ ശ്രീകുട്ടൻ നോട്ട് ചെയ്താ ഇതുപോലെ പലതും സംഭവിക്കും. ഈ കോവിഡുമായി നമ്മൾ പൊരുത്തപ്പെട്ടതുപോലെ ഈ ഷഡ്ഡി പ്രശ്നത്തിലും കുണ്ടന്നൂർ ഗ്രാമം പൊരുത്തപ്പെട്ടു തുടങ്ങിയപ്പോഴാണ് യഥാർത്ഥ പ്രശ്നങ്ങളുടെ ആരംഭം. രാജുവേട്ടാ, നോക്കടി, നല്ലൊരു മോനാ, നല്ല മോനാ. അമ്മേ ഇപ്പൊ വരാവേ. എന്താ എന്താ? എന്റെ മോൻ നല്ല മോനാ, പഠിക്കാനൊക്കെ നല്ല മോനാ. നല്ലൊരു പണി കിട്ടും. എന്റെ മോൻ നല്ലതാ, നല്ലതേ അവന് വരൂ. സന്തോഷായ? അയ്യോ, എന്റെ മോൻ ഞാൻ പറഞ്ഞില്ലേ ഷഡ്ഡി ഒരു പ്രശ്നമാണെന്ന്. പ്രശ്നങ്ങൾ തുടങ്ങി. ഒരു ബാഗ് പേസ്റ്റ് മേശം വരാക്കിട്ട് രാവിലെ പോയതല്ലേ, എന്നിട്ട് മടങ്ങി വന്ന ഈ കോലത്തിലല്ലേ. പോയില്ലേ, നീ നശിച്ചുപോട്ടെ, നശിച്ചുപോട്ടെ. ഈ ഷഡ്ഡി ഇല്ലാതെ തെങ്ങുമ്മേ കയറില്ല എന്ന വേലായുധന്റെ ദൃഢപ്രതിജ്ഞ കാരണം തേങ്ങ വീണ ആൾക്കാർ മരിക്കാൻ തുടങ്ങി. ദാസേട്ടാ, ഇത് പാകെ പ്രശ്നമാവട്ടാ. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോണ ലക്ഷണം കാണുന്നത്. ഇത്രയധികം കടകൾ തുറന്നിട്ട് ഒരു മനുഷ്യനില്ല, ഒരു ഉറുപ്പ്യക്ക് കച്ചവടം നടന്നിട്ടില്ല. ഇതപ്പം ഇന്നലെ നമ്മുടെ ചേച്ചീൻ്റെ ഷഡ്ഡിയും കാണുപോയി. ആ, നിങ്ങൾ സൂക്ഷിച്ചോട്ടാ, നാളെ നിങ്ങളെ വീട്ടിലേക്കും പോകും. പറഞ്ഞില്ലാന്ന് വേണ്ട. എല്ലാരുടെ വീട്ടിലെ ഷെഡ്ഡി മോഷണം പോകും, പക്ഷെ ദാസേന്റെ വീട്ടിലെ ഷെഡ്ഡി എടുക്കാൻ മാത്രം ആരും ആയിട്ടില്ല. വെട്ടം കാണിക്കില്ല. അപ്പൊ ലൈറ്റോ എന്തിനാണ് കരിയല്ല മരുത്തിച്ച്? കള്ളന്മാരാകണമെങ്കിൽ കരി തേക്കടാ, കരി തേക്കൂ. സ്വന്തം വീട്ടിലേക്കല്ലേ നടന്നോ. എടാ സുരേഷേ, നമുക്ക് രാവിലെ കയറിയാ പോരെ? നിവർന്ന് നടന്നാ പോരെ? സ്വന്തം വീട്ടിലേക്കല്ലേ പോണേ?
ഇതൊക്കെ എങ്ങനെയും തേച്ച് കഴിക്കളയും. ഞാൻ അങ്ങോട്ട് പോവാം. ഇവിടെയും ഒരു ഷഡ്ഡി കിട്ടും തോന്നണില്ല. ഇവന്റെ ഒരു പൂക്കളുള്ള ഷഡ്ഡി ഉണ്ടായിരുന്നല്ലോ, അത് കാണും. ഇവിടെ ഒരു ഷഡ്ഡി ഇടുന്നില്ലേ പോലും. സുരേഷേ, നടത്തം കണ്ടിട്ട് നീ തന്നെ ഷഡ്ഡി മുഴുവൻ കട്ടെന്നാ എനിക്ക് തോന്നുന്നു. നിന്റെ അച്ഛനായിക്കട അച്ഛൻ പൊടപട്ടി. സ്വന്തം വീട്ടിലെ ഷഡ്ഡിയൊക്കെ അടിച്ചു മാറ്റി നമ്മളല്ല കള്ളന്മാരെന്ന് തെളിയിക്കാനുള്ള നിന്റെ ഈ ഊള ഐഡിയ ഒക്കെ വർക്കൗട്ട് ആവോ സുരേഷേ? കഷ്ടം. ഓ, എവിടെയാ ഷഡ്ഡി വെച്ചേക്കണെന്ന് പോലും നിനക്കറിയാമല്ലോ. വെട്ടം കാണിക്കണം, ലൈറ്റ് കാണിക്കണം. സുശീല വിളിക്കല, സുശീല വിളിക്കല. കേട്ട് നാട്ടിലെ പ്രമാണിയായ ദാസേട്ടന്റെ ഷഡ്ഡി പോയതോടുകൂടി അഭിമാനം തീരെയില്ലാത്ത ദാസേട്ടന് ഇതൊരു അഭിമാന പ്രശ്നമായി മാറി. അങ്ങനെ ഇരിക്കെ അക്കരക്കടവിൽ നിന്ന് ഇടിവള ബാബു ബാഹുബലിയിലെ രാജമാതാവ് കുഞ്ഞിനെ കൊണ്ടുവരുന്നത് പോലെ ഒരു ചാക്ക് ഷഡ്ഡിയുമായി കുണ്ടന്നൂരിലെത്തി. വികസനവും എത്താത്ത, ആരോടും ഒന്നിനും പോവാത്ത വളരെ സാധുക്കളായിട്ടുള്ള ജനങ്ങൾ താമസിക്കുന്ന നമ്മുടെ ഈ കുണ്ടന്നൂർ ഗ്രാമം, ഈ ഗ്രാമത്തിൽ നമ്മുടെ ഉറക്കം കളയുന്ന, നമ്മുടെ അഭിമാനമായ അടിവസ്ത്രം പോലും അടിച്ചു മാറ്റുന്ന ആ ആഭാസന്മാരെ ഈ നാട്ടിൽ നിന്നും അടിച്ചോടിക്കാൻ നമ്മൾ ഇന്നു മുതൽ ഒരു ടീമായി ഉണർന്ന് പ്രവർത്തിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ പൗരപ്രമാണിയും പ്രമുഖനും പണക്കാരനുമായ, സർവോപരി നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള നമ്മുടെ ദാസേട്ടൻ കുണ്ടന്നൂർ, അതുപോലെ തന്നെ നിങ്ങളുടെ നാടിന്റെ കണ്ണിലുണ്ണിയായിട്ടുള്ള നിങ്ങൾക്ക് ഏറെ ഇഷ്ടമുള്ള ഈ മെമ്പറും ചേർന്ന് ഷഡ്ഡിക്കള്ളന്മാരെ തുരത്താൻ വേണ്ടി പോവുകയാണ്. അതിനുവേണ്ടി നമ്മൾ ഇന്നു മുതൽ ഒരു ടീമായി പ്രവർത്തിക്കാൻ പോവുകയാണ്. സ്ത്രീകൾ കിഴക്ക് ഭാഗത്തേക്ക് ടീമായിട്ട് പോകേണ്ടതാണ്. അതുപോലെ തന്നെ പുരുഷന്മാരെല്ലാവരും ചേർന്ന് പടിഞ്ഞാറ് ഭാഗത്തേക്ക് പോവുക. ചാലഞ്ചേഴ്സിന്റെ യുവരക്തങ്ങൾ ഇവിടെ ഉണ്ട്. ഇവരെല്ലാവരും തെക്കോട്ടും ഞാനും ദാസേട്ടനും വീട്ടിലേക്കും അല്ല വടക്കോട്ടും പോകുന്നതായിരിക്കും. എന്തായാലും ഈ ഷഡ്ഡിക്കള്ളന്മാരെ തുരത്തുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. ആരോ തരാൻ പറഞ്ഞു. ആരോ തരാൻ പറഞ്ഞോ? എന്തത്? നീയല്ല നിന്റെ തന്ത വിചാരിച്ചാലും ഞങ്ങളെ പിടിക്കാനാവില്ല.
പ്രിയ ഗ്രാമവാസികളെ, ഈ ഗ്രാമത്തിനെ ദുരിതക്കയത്തിലേക്ക് നയിച്ച ആ കള്ളന്മാരെ പിടിച്ചിരുന്നവർക്ക് എന്റെ വക 5 ലക്ഷം. എന്റെ വാക്കാണ്. ദാസേട്ടൻ കുണ്ടന്നൂരിന്റെ വാക്ക്. ഇപ്പൊ ശരിയായി തരാം. सुबह से बुला रही हो, उठा नहीं रहे वो। काम पे लगा हुआ लगता है, थक गया हुआ, सो गए लगता है। अरे बेटी सोने लगा? सो गई हूँ। बेटी भी सो गई, बाप भी सो गया। सो जा बेटा, सो जा सो जा सो जा। സൂക്ഷിച്ച് അവിടെ ഇവിടെയും തട്ടി വീഴല്ലേ. ഇവിടെയൊക്കെ എന്തൊക്കെയാ ഉണ്ടാവുക പോലും അറിയില്ല. എടാ കള്ളാനെ പിടിച്ചാൽ 5 ലക്ഷം റുപ്യ കിട്ടും. സൂക്ഷിച്ചടക്കേ. നോക്ക് എടാ പൊട്ട, നമ്മളെ മുതലാളി ദാസേട്ടന്റെ വീട്ടില് CCTV ക്യാമറയിലെ ഇതുപോലത്തെ ഡ്രസ്സാണ് കള്ളന്മാരിട്ട്. അതുകൊണ്ട് വല്ല കാര്യമുണ്ടാ? എടാ കള്ളന്മാര് ഇതുപോലത്തെ ഡ്രസ് ഇട്ട് വരുന്ന എന്തിനാ? നമ്മളെ പേടിപ്പിക്കാൻ. നമ്മൾ ഈ കള്ളന്മാരെ ഡ്രസ് പോലെ ഇട്ട് പോയാല് കള്ളന്മാര് നമ്മളെ കണ്ടാ പേടിച്ചാല് നമുക്ക് കള്ളന്മാരെ പിടിച്ചൂടെ? ബുദ്ധിമാനാടാ നീ. ഈ നാട്ടുകാർക്ക് മുഴുവൻ ഭ്രാന്താന്ന് തോന്നുന്നു. ആണെന്നോ പെണ്ണെന്നോ ഇല്ലാതെ പന്തവും കത്തിച്ചോണ്ട് കിടക്കല്ലേ ആ കോണാങ്കള്ളനെ പിടിക്കാൻ വേണ്ടി. എന്റെ വീട്ടിലെ പെണ്ണുങ്ങളും പോയിന്ന്. ഓളും പോയാ? അനക്കെന്തോലും വട്ടുണ്ടാ? ഇന്നത്തെ കാലത്തുണ്ടാ കള്ളന്മാരായാലും ഷഡ്ഡി വാങ്ങാൻ കായിലാണ് കിടക്കുന്നത്. പിന്നെ നമ്മളവിടെ വന്നാ കള്ളം ചമ്മി പോവും. അതെ, നമ്മള് പണ്ടേ ഉപയോഗിച്ചതാ.
അല്ല നീ ആ ദാസപ്പൻ തന്ന ഷഡ്ഡി വാങ്ങിയ? ആദ്യം വാങ്ങിയ ഞാനല്ലേ ചോപ്പ എടുത്ത ഫസ്റ്റ്. വ്യക്തിത്വം ഉണ്ടോ എനക്ക്? എന്ത് വ്യക്തിത്വം? അതിന് കുട്ടൻ ഉമ്മറത്ത് വന്നിട്ട് ഷഡ്ഡി വേണോ വേണോന്ന് വെച്ച് ഞാൻ വാങ്ങിയില്ല. അതാണ് ഈ കുട്ടന്റെ വ്യക്തിത്വം. പൊന്തക്കാടാണ്. അണലികൾ കൂട്ടുകുടുംബത്തോടെ കഴിയണ സ്ഥലവും. ഇവിടെ നിക്കറിടാതെ കുട്ടന്റെ വ്യക്തിത്വം കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അണലികൾ കുട്ടന്റെ വ്യക്തിത്വം കൊണ്ട് അങ്ങ് പോകും. പിന്നെ കയ്യും കാലും ഇട്ട് അടിച്ചിട്ട് ഞാൻ വരൂല കേട്ടാ. അതിനൊരു വ്യക്തിയുള്ള അണലി ഇവിടെ ഇല്ല. ആടെന്തോ ഒരു അനക്കുണ്ടല്ലോ. എന്റെ വിലാസ് ചേച്ചി, എന്റെ ഒരുപാട് നാളത്തെ ആഗ്രഹം. കഷ്ടപ്പെട്ട് പണിക്കുണ്ടാക്കി പൈസ എല്ലാം അടിപൊളിയാക്കി തരണം. ഹലോ, താനീ കള്ളനെ കിട്ടിയാ എന്താ ചെയ്യാ? കള്ളൻ എന്റെ കയ്യിലേക്ക് കിട്ടിയ ഇങ്ങനെ നിങ്ങളെ കൈ കിട്ടിയാലോ? എന്റെ കൈ കിട്ടിയാലാ അടിക്കുന്നു. എടാ പിടിക്കടാ. പിടിക്ക്. കള്ളനെ പിടിക്കുവാൻ ഉള്ളലേക്ക് വാരിക്കെട്ടി പന്തമൊന്ന് ചുറ്റിക്കെട്ടി പകയുള്ള നാട്ടുകാർ പദ്ധതിക്കിലോടി. ഈ നാട്ടിലുള്ള ആൾക്കാരെ മൊത്തം മുഴുവൻ കാടാക്കി നടത്തണമെങ്കിൽ നീ എന്താ ആകാശത്ത് ചിത്രം വരക്കണ? ഇതിന്റെ പിന്നിൽ ഏതോ കോപ്പറേറ്റീവ് കമ്പനി പ്രവർത്തിക്കുന്നുണ്ട്. ഈ കുണ്ടന്നൂരിലെ എല്ലാ ജെട്ടികളും പറക്കിയെടുത്തോണ്ട് പോയിട്ട് കുണ്ടന്നൂരിനെ ജെട്ടിശൂന്യമാക്കി അവരുടെ പുതിയ ജെട്ടി പരിചയപ്പെടുത്തി അവരുടെ ബിസിനസ് വളർത്താനുള്ള തന്ത്രം. ഇതിന്റെ പിന്നിൽ ഏതോ ഒരു ജെട്ടി ശക്തി പ്രവർത്തിക്കുന്നുണ്ട്.
ഓടി 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 എടാ എല്ലാരും വരടാ കൊല്ലടാ കൊല്ലി നോക്കടാ പേടിക്കല്ലേ ഒന്ന് നോക്കടാ കുത്തണവനെ ധൈര്യമില്ല ആരില്ലടാ പോ ഈ ചെല്ലേ ധൈര്യം വേണടാ കുറച്ചൊക്കെ ചാടി എന്താ സംഭവം നോക്കടാ മനോജ് ആരാ നയിച്ചോക്കടാ മനോട്ടാ കുട്ടേട്ടാ എല്ലാരും ഉണ്ടല്ലോ അച്ഛ ശ്രീകുട്ടേട്ടൻ പറഞ്ഞിട്ടാ അച്ഛന്റെ മോള് അച്ഛാ കുട്ടേട്ടാ ലൈറ്റുള്ള പുതിയ ഡ്രസ്സൊക്കെ ഉണ്ട് ഞാൻ അവളെ വിളിച്ചോടാ ഇങ്ങനെ അങ്ങനെ അച്ഛൻ ഞങ്ങൾ അനുഗ്രഹിക്കണം അച്ഛൻ കൊടുക്കണ്ടേ പട്ടി
കരാട്ടെ മേരിയുന്ന വൻമരം ചരിഞ്ഞു. റോസി, എന്റെ റോസി. അയ്യോ, അരി വാങ്ങാൻ മറന്നല്ലേ. സ്വന്തം റോസി, എന്റെ റോസി സുന്ദരി. പച്ച മീൻ വാങ്ങിയിട്ട് പച്ചക്ക് പൊരിച്ച് ചുണ്ണാമ്പിട്ട് തിന്നണം. സുന്ദരിയാണ്. മുതുകത്തൊരു മറകും നെറ്റിയിലൊരു പൊട്ടുന്നോട്ട എന്റെ റോസി. ചെമ്മീൻ വാങ്ങാട്ടോ പോയിട്ട്. പച്ച ബസ് പച്ച കുപ്പികട്ട എന്റെ റോസി. ചെമ്മീൻ വാങ്ങി വറുത്ത് കാണണം, ഞണ്ടും കൂടി തിന്നണം. എനിക്കിന്ന് കാണണം കേട്ടറ പട്ടി. വാ കാണിച്ചു തരാം. മീനും വാങ്ങി തരാം, പച്ചരും വാങ്ങി തരാം. സ്വന്തം സുന്ദരി. ഈ മരങ്ങളൊക്കെ ഇതിന് നടക്കണേ, ഭൂമി കറങ്ങണത് ശരിയല്ലേ? ക്രിസ്മസ് അപ്പൂപ്പാ, മേരി ക്രിസ്മസ്. എന്താ കറുപ്പില് എടപ്പോയി ചൊവ്വ കിടപ്പോയി ട്രെൻഡാലേ? ആയിക്കോട്ടെ. നോവു കാല് മടി തരും. എന്റെ കൂടെ അണ്ണ കൊട്ട എടപ്പോയി. നിന്റെ ഒലക്കമേലൊരു ഐഡിയ. ആ പെണ്ണുങ്ങൾ തമ്മിൽ തല്ലിയോട് ജീവൻ രക്ഷപ്പെട്ടു. നല്ല ഐഡിയ. ഓരോന്നുണ്ടോ സിനിഷേ? ഇതെന്താടാ ഇവിടെ കൂടെ ലൈറ്റ് ഇട്ടേക്കുന്നത്? അമ്പലത്തിൽ ഉത്സവ.
ഏത് ഇടപെടണോ വേണ്ട? അവൻ പഴയ കളരിയാന്നേ കണ്ടു. ഇല്ല അച്ഛാ, എനിക്കിത് ഭയങ്കര ഇഷ്ടായി. അച്ഛാ നമുക്ക് രണ്ടൊക്കെ ഒരുമിച്ച് കിടക്കാൻ തുള്ളിക്കളിക്കാ. അച്ഛാ വാ, അച്ഛാ അച്ഛാ വാ. ആ മോനെ, ഞാൻ ഈ പണിയൊന്നും കഴിഞ്ഞിട്ട് ഇപ്പൊ വരാം കേട്ടോ. വലിച്ചിറക്കടാ. അങ്ങനെ ഇറങ്ങടാ. നിങ്ങൾ ആരാണ്? നിങ്ങൾ എന്തായി കാണിക്കുന്നേ? വെട്ടിയെടുത്തറിയല്ലേ? നിങ്ങൾ എന്തായി കാണിക്കുന്നേ? എനിക്ക് തരാനുള്ള പൈസ തിരിച്ചിടാതെ ഈ വീട്ടിലേക്ക് കയറൂല. കുറച്ചുകൂടി സമയം. മോനെ മോളെ Ha ha ha.
എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഈ വീടും കട്ടിലും. ഇതെൻ്റെ വീടാ, എൻ്റെ അച്ഛൻ ഉണ്ടാക്കിയ വീട്. പോട്ടെ. അവന്റെ ആഗ്രഹം നിങ്ങൾക്ക് ചെറുതായിരിക്കാം, പക്ഷെ അവനത് വലുതായിരുന്നു. കുട്ടിക്കാലത്ത് നിന്നുപോയ അവന്റെ സന്തോഷം അവനിപ്പോ തിരികെ നേടിയിരിക്കുന്നു. ഇവളെ എന്തിനാടാ ചെയ്ത്? പ്രതികാരം. എന്തിടിയായിരുന്നു? ഇവന്മാരൊക്കെ ഇടിക്കാൻ വരുന്നതാണോ അത് ഉത്സവം കാണാൻ വരുന്നതാണോ? ഞാൻ ഒന്ന് മുള്ളാൻ പോയതാ, മിസ്സായിപ്പോയി. ഇപ്പൊ ഇവിടെ കൊണ്ടുവച്ചേ കർമ്മൈസെ ബൂമറാങ് എന്നൊക്കെ പറഞ്ഞ സത്യമല്ലേ? എന്താ നമ്മുടെ ബലൂണൊക്കെ കുത്തി പൊട്ടിച്ചില്ലേ ഒരു കൊച്ച്? അവളുടെ കൈ ഒടിഞ്ഞാടാ കുറച്ച് കഴിഞ്ഞപ്പം. ഞാൻ തല്ലി ഓടിച്ചതാ. പിന്നെ ഞാൻ ബലൂൺ വിറപ്പിച്ചോണ്ടിരിക്കുമ്പോ അവളൊന്ന് പൊട്ടിച്ചു കഴിഞ്ഞാൽ ദേഷ്യം വരില്ല. പിന്നെ എന്താ രണ്ടിനുമാണ്? അതിനാദ്യം എന്തേലും ഉള്ളിൽ ചെല്ലണം, എന്നാലേ പോവാൻ പറ്റുള്ളൂ. ഇനിയിപ്പോ 5-6 കിലോമീറ്റർ നടന്നാൽ മതിയല്ലോ. 5-6 കിലോമീറ്ററാ? 1/2 കിലോമീറ്റർ നടക്കാൻ വയ്യ എനിക്ക്. എന്റെ പൊന്നു, എനിക്ക് വിശക്കണ്. ഇത് മുറുക്കിയും കെട്ടി ഞാൻ നടക്കണേ. പിന്നെന്ത് ചെയ്യാനാ? വാ, വല്ല വീട്ടിൽ കയറാ. ആരെല്ലാം എടുത്തു വെച്ചിണ്ടാവല്ലോ തിന്നാനായിട്ട്. പിന്നെ അങ്ങോട്ട് നീ അത് കയറി കൊടുക്കും. ഇതാ വീട്ടിൽ കയറിയല്ലേ. കണ്ടിട്ട് വെപ്പും കൂടിയുള്ള വീടാന്ന് തോന്നുന്നു. എടാ വല്ലവന്റെ വീട്ടിലാ. വിശക്കണ്ട? വിശക്കുന്നുണ്ട്. വാ. വാടാ. ൊന്നുമല്ലോ, ഉണ്ണാനല്ലേ പോണേ. ആദ്യം നമ്മുടെ ചോറ് എന്നാ 2 ബലൂൺ പൊട്ടിച്ച് കഴിക്കില്ല. എവിടെ അടുക്കളയെന്നൊക്കെ നോക്കാതെ അടുക്കള ഉള്ളിൽ പോയി നോക്കാന്ന്. പോവാ. നീ കറക്റ്റ് കള്ളം നടക്കുന്ന ഒരാളാണ് നടക്കുന്നത്. എന്റെ തന്ത എങ്ങനെയാണോ നടക്കണേ? വേണ്ടായിരുന്നു. അവിടെ അടുക്കള. നീ ഇതിനു മുമ്പ് അവിടെ വന്നിണ്ടാ? മണമടിച്ച് ഇത് പൂട്ടിയില്ലല്ലോ. പാവങ്ങള് കഴിച്ചോട്ടെന്ന് വെച്ച് തുറന്നു വെച്ചേക്കുന്നു. നീ ആരെങ്കിലും വരുന്നുണ്ടോ നോക്ക്. ഞാൻ തപ്പട്ടെ. എന്തെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു ഇവിടുന്ന്. കഞ്ഞി ഉപ്പില്ലല്ലേ? പില്ല. എന്റെ വീട്ടില് അയ്യോ ഓടി വരണ കള്ളൻ. നമ്മുടെ ചോറ്
നാട്ടിലെ കളനാ എറിഞ്ഞു കൊല്ല് എൻ്റെ ഒരു മറ്റടുത്ത ഐഡിയ, ഈ നാട്ടിൽ ഒരുത്തിന് ഉറക്കമില്ലയോ? നാട്ടുകാർ മൊത്തം ഉണ്ടായിരുന്നു. ഒരുത്തിരി ചോറുന്നതിന് ഈ നാട്ടുകാർ മൊത്തം നമ്മളെ തല്ലി ജട്ടിപ്പുറത്ത് ഓടിച്ചില്ലേ? ഒരുത്തിനും വെറുതെ വിടരുത്, ഒറ്റൊരെണ്ണത്തിനും വെറുതെ വിടരുത്. ഇനി കുണ്ടന്നൂരിൽ ഒറ്റൊരുത്തനും ജെട്ടിയിട്ട് മര്യാദക്ക് നടക്കില്ല, നടത്തരുത്. എന്ത് ഊള പ്രതികാരാണ്. എടാ ജോർജ്, നമുക്കിനി നന്നാവടാ. എല്ലാ ഊടായ്പും നിർത്തി സന്തോഷമായിട്ട് ഭാര്യയും മക്കളൊക്കെ ആയിട്ട് ജീവിക്കുക. അല്ലെങ്കിൽ ഞാനും ഓർക്കുമായിരുന്നു, ഈ പരിപാടിയൊക്കെ നിർത്തി വല്ല പണിക്കൊക്കെ പോയി സുഖമായിട്ട് ജീവിക്കാം. അതാടാ നല്ലേ. അതാ നല്ലത്. ഈ സ്ഥലക്കച്ചവടം ചെയ്യുന്ന പ്രദീപൻ പ്രഭാകർ? ഞാൻ പ്രദീപ്, ഇത് പ്രഭാകർ. എനിക്കറിയാം, എനിക്ക് തെറ്റില്ല. റോഡിൽ 1 minute. വസ്തു അല്ലേ? ചെക്ക് കൊടുത്തരും. ഈ വയല് മൊത്തം നമുക്ക് നികത്തണം. Come on, guys. Come on. 5 1 0 2 0 3 0 4 0 5 0 6 0. ഇനി പൂജ്യമുള്ള സ്ഥലമില്ല. 50 lakhs. ഹാപ്പി അല്ലേ? ഞാൻ കൊണ്ട് പണിയെടുപ്പിക്കും. അച്ഛനും മോനും പാതരക്ക് പോന്നായി അക്കരെ പോവാ. ഒരു പെണ്ണാണുണ്ട്. പെണ്ണെട്ടാൻ പോവല്ലേ? അതല്ലേ ശരിയാ ചോട്ടാ. ആരൊക്കെയോ വരുന്നേ, ആരൊക്കെയോ വരുന്നേ. ഒരു ചായ, ഒരു സിഗരറ്റ്. ആദ്യം വലിച്ചതിനെ കുറിച്ച് കായെടുക്കറാ വന്നിരിക്കണേ ഒരു ഉളുപ്പില്ലാണ്ട് സ്ലോ മോഷനില്. ചായ ഓക്കെ, ഇനി ഒരു സിഗരറ്റ്. ആ, അതടുത്ത്
ബ്രോ സീനാക്കല്ലേ, ഇവന്റെ പൈസ ഞാൻ തരും. പന്റെ കായ് ആരാടാ? എന്റെ പൈസയും ഇവന്റെ പൈസയും ഞാൻ തരും കേട്ടാ. ഓള് വീണ് കാലൊടിഞ്ഞെടുക്കല്ലേ. നിങ്ങളെ പോലെ കഥ പറഞ്ഞു ഉത്തരിക്കാൻ വന്നല്ല, ഞാൻ പണിക്ക് പോവാൻ വന്ന. അല്ലെങ്കിലൊക്കെ അടുപ്പ് കിടന്നുറങ്ങാനല്ലേ. വരുന്നുണ്ട്. ഇവളോടൊന്നും പറഞ്ഞിട്ട് കാര്യല്ലേ. ഇതിങ്ങനെ അങ്ങ് എടുത്തങ്ങ് ഇട്ടാ മതി. അതിനോ എത്ര നേരമായി നോക്ക്, കാറ് വന്നോക്ക്. എന്റെ പടത്തിന്റെ ക്ലൈമാക്സ് കേട്ടിട്ട് ഞാൻ തന്നെ കരയാണല്ലോ ഈശ്വര. സാറിന് വന്നേ സാറേ. ജീപ്പ് കണ്ട ഓടുമല്ലോ സാറേ. ഇവിടെ തന്നെ നിന്നുണ്ടാണ് സാറേ. ജീപ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ ഓടിക്കളയല്ല. ഇവനല്ലേ? ഇവൻ തന്നെയാണ് സാറേ. ഇവൻ ഞങ്ങൾ ഇതിലെ പോകുമ്പോഴേ തുണി ഉരിഞ്ഞ് കാണിച്ചിട്ട് കണ്ടാന്ന് പറയും. സാറേ ഏതാണ് സാറേ തള്ള? നല്ല ക്യാമറ പേഴ്സൺ സാറേ. സാറിന്റെ മൂത്തൊക്കെ കള്ളം പറഞ്ഞോളാം. പപ്പടം പഠിക്കുന്നല്ലോ പഠിക്കും ഞാൻ. സാറേ അടുത്ത മാസം എന്റെ പടം റിലീസാണ് സാറേ. നിന്റെ പടം ആദ്യം നീ റിലീസ് ആവും നോക്ക. സാറേ ഇവന്റെ പടവേ എപ്പടമാണ് സാറേ. ഒന്ന് പോതള്ളേ. ഓക്കെ ബൈ ദ ബൈ, ഞാൻ പോകുന്നു. ഞാൻ വഴി മാറി.